സാറിന്റെ പ്ലോട്ടുകളൊക്കെ എവിടെ നിന്നാണ് വരുന്നത്? ഇത് വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നത്? ഇതിന് ആദ്യം എങ്ങനെ പരിചയം എഴുതി വെക്കാറുണ്ടോ, നോട്ട്ബുക്കിൽ വെക്കാറുണ്ടോ, അല്ലെങ്കിൽ ഇപ്പം ടി ഉപനാമ സാറൊക്കെ പറയാറുണ്ട് ചെറിയൊരു കുറിപ്പായിട്ട് ഈശ്വര എഴുതിയിടാനൊക്കെ, എങ്ങനെയാണ് ഇതിനെ സംഭരിച്ചു വെക്കുന്നത്? ഇല്ല, അത് പിന്നെ ഈ കഥ പലപ്പോഴും ജനിക്കുന്നത് ഒരു കഥയായിട്ടല്ല, ഈ കഥയുടെ ഏതെങ്കിലും ഒരു ഭാഗമായിട്ടാണ്. അതായത് ചിലപ്പം ഒരു കഥാപാത്രമായിട്ട്, അല്ലെങ്കിൽ ഒരു സംഭാഷണമായിട്ട്, അല്ലെങ്കിൽ ഒരു ഇമേജ് ആയിട്ട്, ദൃശ്യങ്ങളായിട്ട്, അങ്ങനെയൊക്കെയാണ് കഥ ജനിക്കുന്നത്. നമ്മൾ പലപ്പോഴും വിചാരിക്കും കഥ എഴുത്തുകാരൻ മനസ്സിൽ ജനിക്കുന്നത് സമ്പൂർണമായ ഒരു കഥയായിട്ടാണ്. അങ്ങനെയില്ല. കഥയുടെ ചില അംശങ്ങളാണ്, പലപ്പോഴും ചില ശബ്ദങ്ങൾ. പിന്നെ ഇപ്പം ഞാൻ മയ്യഴിപ്പുഴക്കിരങ്ങളുടെ കഥാനായിക ചന്ദ്രിക എന്നുള്ള കഥാപാത്രം ജനിച്ചത് ഒരു പാദസരത്തിന് ശബ്ദമായിട്ടാണ്. ആദ്യം അവളുടെ കാലിലെ പാദസരത്തിന് ശബ്ദമാണ് ഞാൻ കേട്ടത്, പിന്നീടാണ് അവൾ ഉണ്ടാകുന്നത്. അതുപോലെയാണ് എല്ലാ കഥകളും, എവിടെയെങ്കിലും ഒരു ദൃശ്യമായിട്ട്, ഒരു ശബ്ദമായിട്ട് ഇങ്ങനെ ജനിക്കുന്നത്, അങ്ങനെയാണ് വരുന്നത്. പക്ഷെ എൻ്റെ മനസ്സിൽ എപ്പോഴും കഥകളുണ്ടാവും, നോവലുകളുണ്ടാവും, ഇപ്പോഴും. അപ്പം എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ, ഈ ഒരുപാട് കഥാപാത്രങ്ങൾ പൂർണ്ണമായിട്ട് വികസിക്കാത്ത കഥാപാത്രങ്ങളുണ്ടാവും, വികസിച്ച കഥാപാത്രങ്ങളുണ്ടാവും, പിന്നെ ഭ്രൂണരൂപത്തിലുള്ള കഥാപാത്രങ്ങൾ. ഇതൊക്കെ കിടന്ന് മനസ്സിൽ കിടന്ന് ഭാഗം വെക്കും, നിലവിളിക്കും. ഇപ്പോഴും അങ്ങനെ നിലവിളിക്കുന്നുണ്ട്. ഈ നിലവിളി അസഹ്യമാകുമ്പോഴാണ് ആരാണ് ഏറ്റവും കൂടുതൽ ഉച്ചത്തിൽ നിലവിളിക്കുന്നത്, ആ ഒരു കഥാപാത്രത്തെ കുറിച്ച് ഞാൻ എഴുതും.